ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഈ വീഡിയോസ് കാണിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പികളും കുട്ടി കുട്ടി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ തന്നെ സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ബ്രെഡും പിന്നെ ചോക്ലേറ്റും വെച്ചിട്ടുണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുന്നത് വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ. ചോക്ലേറ്റും ബ്രെഡും കൊണ്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രെഡ് ഞാൻ ഇതേപോലെ വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു നല്ല അടുപ്പിൻ്റെ മൂടിയോ അങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ബാക്കി വന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ മിക്സിയിൽ ജാറിലിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാൻ വേണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡയറി മിൽക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ഞാൻ വെച്ചെടുക്കുന്ന പോലെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ നേരത്തെ ബ്രെഡും ചോക്ലേറ്റായിട്ട് വെച്ചിട്ടുണ്ടില്ലേ, അതെടുത്ത് നമുക്ക് ഈ മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഈ മുട്ടയുടെ മിക്സ് ആവണേ, എന്നാലേ നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുള്ളൂ. എന്നിട്ട് നേരെ അത് ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് ആകണ പോലെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുട്ടികൾ വരുമ്പോൾ ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽട്ടാവും. അതാണ് ഞാൻ അതുകൊണ്ടാണ് നമുക്ക് കുട്ടികൾ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം ചൂടോടെ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ചൂടാക്കി, ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ, നേരിട്ട് തന്നെ ചട്ടി ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ, നമുക്ക് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. ഒരു ചോക്ലേറ്റ് ഡയറി മിൽക്ക് വേണം, പിന്നെ ബ്രെഡും വേണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ചോക്ലേറ്റേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് 2 കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, അപ്പോൾ കുറച്ചും കൂടി ചോക്ലേറ്റിൻ്റെ രസം ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.